അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറെ പേർക്ക് സംശയമുള്ള ഒരു വിഷയമാണ്. ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുമോ? ഈ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ ഖുർആൻ വചനവും ഹദീസും കൂടാതെ 4 മദ്ഹബുകളുടെ വ്യാഖ്യാനവും നോക്കണം. ആദ്യം ഖുർആൻ വചനത്തിലേക്ക് വരാം. സൂറത്ത് അൻ-നിസാ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഔലാമസ്തും നിസാ, അഥവാ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ. ഇവിടെ ലാമസ്തും എന്ന അറബി വാക്കിൻ്റെ അർത്ഥമാണ് പണ്ഡിതന്മാർ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചത്. ഒന്നാമത്തെ അഭിപ്രായം ഷാഫി മദ്ഹബ് അനുസരിച്ച് പറയുന്നത്, സ്ത്രീയെ നേരിട്ട് തൊലികൾ തമ്മിൽ സ്പർശിച്ചാൽ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ വുളു മുറിയും. കാരണം അവർ ലാമസ്തും എന്ന വാക്കിനെ സാധാരണ സ്പർശനം എന്ന അർത്ഥത്തിൽ എടുക്കുന്നു. കേരളത്തിൽ പൊതുവെ ഷാഫി മദ്ഹബ് ആണ് കൂടുതലായി പിന്തുടരുന്നത്. അതിനാൽ ഇവിടെ പലരും ഈ അഭിപ്രായമാണ് അനുസരിക്കുന്നത്. രണ്ടാമത്തെ അഭിപ്രായം ഹനഫി മദ്ഹബ്. ഹനഫി മദ്ഹബ് പറയുന്നത് ഭാര്യയെ തൊട്ടാൽ മാത്രം വുളു മുറിയില്ല. ലാമസ്തും എന്ന വാക്കിനെ അവർ സംഭോഗം എന്ന അർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിനാൽ സാധാരണ സ്പർശനം കൊണ്ട് വുളു മുറിയില്ല. ലൈംഗിക ബന്ധമോ ശുക്ലസ്രാവമോ ഉണ്ടായാൽ മാത്രമേ വുളു മുറിയുകയുള്ളൂ. മൂന്നാമത്തെ അഭിപ്രായം മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഈ 2 മദ്ഹബുകളും പറയുന്നത് ഷഹ്വത്തോടെ അഥവാ ലൈംഗിക ആഗ്രഹത്തോടെ സ്പർശിച്ചാൽ മാത്രം വുളു മുറിയും. സാധാരണ സ്നേഹസ്പർശനം കൊണ്ട് മുറിയില്ല. അബൂദാവൂദ്, തിർമിദി എന്ന ഹദീസുകൾ ആയിഷ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചുംബിച്ചു, പിന്നെ വുളു പുതുക്കാതെ നമസ്കാരം ചെയ്തു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിനിടെ ആയിഷയെ സ്പർശിക്കുകയും അവർ കാൽ മാറ്റുകയും ചെയ്തതായി വരുന്നു. ഈ ഹദീസുകളെ അടിസ്ഥാനമാക്കിയാണ് ചില മദ്ഹബുകൾ പറയുന്നത് സാധാരണ സ്പർശനം കൊണ്ട് വുളു മുറിയില്ല. എന്നാൽ നമുക്ക് എന്തു ചെയ്യണം? ഇത് ഒരു ഫിഖ്ഹ് വ്യത്യാസമാണ്. ഇത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതല്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് മദ്ഹബ് പിന്തുടരുന്നുവോ അതനുസരിച്ച് പ്രയോഗിക്കുക. മറ്റുള്ളവരെ തെറ്റാണെന്ന് പറയാതിരിക്കുക. അറിവോടും ആദരവോടും കൂടിയ സമീപനമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ ശരിയായ അറിവും ഹിക്മത്തും നൽകട്ടെ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.